മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8 മുതൽ +2 വരെ ഏറ്റവും മികച്ച അധ്യാപകരുടെ കോച്ചിംഗ് ക്ലാസുകൾ. നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് മരണക്കണക്ക് മനഃപൂർവ്വം മറച്ചുവെച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. പട്ടികയിൽ ഉൾപ്പെടാതെ പോയ മരണവ്യത്യാസമുണ്ടെങ്കിൽ പരിശോധിക്കും. സഹായങ്ങൾ എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് ആഗ്രഹം. മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് കേന്ദ്രമാണെന്നും മാറ്റുന്നതിനെക്കുറിച്ച് മന്ത്രി എന്ന നിലയ്ക്ക് പറയാൻ കഴിയില്ലെന്നും വീണ ജോർജ്. കോവിഡ് മരണങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യത്തെ സർക്കാർ ധാർഷ്ട്യത്തോടെ നേരിട്ടെന്ന് കെ സുധാകരൻ. പൊതുസമൂഹത്തിന് മുന്നിൽ വിഷയം അവതരിപ്പിച്ചത് സ്വന്തം സഹോദരന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. സുപ്രീം കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ആരോഗ്യമന്ത്രി ICMR മാർഗരേഖ പഠിക്കണമെന്ന VD സതീശൻ. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര വിദഗ്ധ സംഘം. നിയന്ത്രണ നടപടികൾ വിലയിരുത്തും. കേരളത്തിന് പുറമെ സംഘം സന്ദർശിക്കുക അരുണാചൽ പ്രദേശ്, ത്രിപുര, ഒഡീഷ, മണിപ്പൂർ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും 50,000-ൽ താഴെ. 24 മണിക്കൂറിലൂടെ റിപ്പോർട്ട് ചെയ്തത് 46,617 പോസിറ്റീവ് കേസുകളും 853 മരണവും. രാജ്യത്തെ കോവിഡ് മരണം 4 ലക്ഷം കടന്നു. രോഗമുക്തി നിരക്ക് 97%. കേരളത്തിൽ നിന്നുള്ള അതിർത്തിയിൽ പരിശോധന കർശനമാക്കാൻ കർണാടക. അതിർത്തി കടക്കാൻ 72 മണിക്കൂർ മുൻപുള്ള RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധം. ബസ് വിമാനയാത്രക്കാരുടെ കാര്യത്തിൽ ഇക്കാര്യങ്ങൾ ഉറപ്പാക്കാൻ ട്രാവൽ ഏജൻസികൾക്ക് നിർദ്ദേശം. അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ ഡ്രോൺ തകർത്ത് സേന. ഡ്രോൺ കണ്ടെത്തിയത് ഇന്ത്യ-പാക് അതിർത്തിയിലെ അരണിയ സെക്ടറിൽ. സൈനിക കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രത. അതിർത്തിയിൽ ഡ്രോൺ ഹണ്ടിംഗ് ടീമിനെ നിയോഗിച്ച് BSF. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു സൈനികന് വീരമൃത്യു. രാജ്പോറ മേഖലയിൽ 4 ഭീകരരെ വധിച്ച് സൈന്യം. മന്ത്രിസഭാ വിപുലീകരണത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 30 മന്ത്രിമാർ അധികമായെത്തും. ടൂറിസം വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയിലേക്ക് V മുരളീധരനെ പരിഗണിക്കുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. സർബാനന്ദ സോനോവാളിനും സാധ്യത. പ്രഖ്യാപനം ഉടൻ. ഐഷ സുൽത്താനയ്ക്കെതിരായ രാജ്യദ്രോഹ കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഐഷയുടെ ആവശ്യം കോടതി തള്ളി. കേസന്വേഷണത്തിന് സമയം നൽകേണ്ടി വരുമെന്നും പ്രാരംഭഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും കോടതി. അന്വേഷണ പുരോഗതി അറിയിക്കാൻ ദ്വീപ് ഭരണകൂടത്തിന് നിർദ്ദേശം. രാമനാട്ടുകരയിൽ അപകടം നടന്ന ദിവസം സ്വർണ്ണ കവർച്ചാ സംഘം മറ്റൊരു തട്ടിക്കൊണ്ടുപോകലും നടപ്പാക്കി. സ്വർണവുമായി എത്തിയ ക്യാരിയറെ തട്ടിക്കൊണ്ടുപോയത് കൊടുവള്ളി സംഘം. ആസൂത്രണം ചെയ്തത് സൂഫിയാൻ. കരിപ്പൂർ പോലീസ് കേസെടുത്തു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യാസൂത്രകൻ അർജുൻ ആയിഗയെ ഇന്ന് കണ്ണൂരിലെത്തിച്ച് തെളിവെടുക്കും. സ്വർണം കടത്തിയില്ലെന്നും അപഹരിക്കുകയാണ് ചെയ്തതെന്നുമുള്ള മൊഴിയിൽ ഉറച്ച അർജുൻ. കുഴൽപ്പണവേട്ട നടത്തിയെന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ സത്യം പുറത്തുവരണമെന്ന് CPI മുഖപത്രം. വിവാദങ്ങൾ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കും. കേസിൽ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെങ്കിൽ പുറത്തുവരണമെന്നും CPI മുഖപത്രം. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ മദ്യോൽപാദനം നിർത്തിവെച്ചു. സ്പിരിറ്റ് വെട്ടിപ്പിൽ പ്രതികളായ ഉദ്യോഗസ്ഥർ ഒളിവിൽ പോയതിനെ തുടർന്നാണ് ഫാക്ടറിയുടെ പ്രവർത്തനം മുടങ്ങിയത്. ട്രാവൻകൂർ ഷുഗേഴ്സിലേക്കുള്ള സ്പിരിറ്റ് നേരത്തെയും കടത്തിയിട്ടുണ്ടെന്ന് പ്രതികളുടെ മൊഴി. കമ്പനി ജീവനക്കാരനായ അരുൺകുമാറിന് 25 ലക്ഷം രൂപ പലതവണയായി നൽകിയെന്ന് ടാങ്കർ ഡ്രൈവർമാർ. പിടിയിലായ പ്രതികൾ റിമാൻഡിൽ. ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ളവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. കൊച്ചി, തിരുവനന്തപുരം, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ കസ്റ്റംസ് ബോർഡ് റിപ്പോർട്ട് തേടി. കടത്തിന് പിന്നിലെ രാഷ്ട്രീയ ബന്ധങ്ങളും കസ്റ്റംസ് ബോർഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്ത് തടയാൻ പ്രത്യേക സ്കീമെന്ന് DGP Y അനിൽകാന്ത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകും. ഡ്രോൺ ഭീഷണി കണക്കിലെടുത്ത് തിരുവനന്തപുരം സൈബർ ആസ്ഥാനത്ത് ഡ്രോൺ റിസർച്ച് ലാബ് നടപ്പാക്കാൻ ആലോചനയുണ്ടെന്നും DGP. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 4 കോടി രൂപ വിലമതിക്കുന്ന 8 കിലോ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ 6 യാത്രക്കാർ പിടിയിൽ. കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് കുട്ടിക്കെതിരെ പാർട്ടി നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പങ്കാളിയായതിനാണ് നടപടി. പോലീസ് സല്യൂട്ട് അടിക്കുന്നില്ലെന്ന് കാട്ടി DGPക്ക് പരാതി നൽകി തൃശൂർ മേയർ MK വർഗീസ്. പ്രോട്ടോകോൾ പാലിക്കാത്തത് നഗരസഭയിലെ പോലീസ് ഉദ്യോഗസ്ഥർ. കമ്മീഷണർക്കും പോലീസ് ചീഫിനും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും മേയർ. മദ്രാസ് IITയിൽ മരിച്ചത് മലയാളിയായ ഉണ്ണികൃഷ്ണൻ നായരെന്ന് സ്ഥിരീകരണം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ്. ആത്മഹത്യക്ക് കാരണം മാനസിക സമ്മർദ്ദമെന്ന് കുറിപ്പ്. ജാതി വിവേചനം ആരോപിച്ച് മലയാളി പ്രൊഫസർ മദ്രാസ് IITയിൽ നിന്നും രാജിവെച്ചു. രാജി നൽകിയത് കണ്ണൂർ സ്വദേശി വിപിൻ പുതിയടത്ത്.
പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ കടുത്ത നിലപാടുമായി കൽക്കട്ട ഹൈക്കോടതി. കൊല്ലപ്പെട്ട BJP പ്രവർത്തകർ അഭിജിത്ത് സർക്കാരിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിർദ്ദേശം. അക്രമങ്ങൾ നടന്ന മേഖലയിലെ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും SP-മാർക്കും നോട്ടീസ്. പശ്ചിമബംഗാൾ നിയമസഭയിൽ നാടകീയ സംഭവങ്ങൾ. ഗവർണർ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി BJP അംഗങ്ങൾ. മുഖ്യമന്ത്രിയും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിമാസ റിപ്പോർട്ട് IT മന്ത്രാലയത്തിന് സമർപ്പിച്ച് ഗൂഗിളും മൈക്രോ ബ്ലോഗിംഗ് ആപ്പായ KAO-വും. റിപ്പോർട്ട് സമർപ്പിച്ചത് പരാതി പരിഹാര നടപടി സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി. IT ഭേദഗതി നിയമപ്രകാരമാണ് നടപടി. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ പഴുതടച്ച അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രതികൾക്ക് ജാമ്യം കിട്ടാത്തത് സർക്കാരിന്റെ നിലപാട് ശക്തമായതുകൊണ്ട് സാജൻ കുറ്റക്കാരനെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും വനമന്ത്രി. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് വന്ന ഫോൺ കോളുകൾ പരിശോധിക്കാൻ ഇന്റലിജൻസ് ബ്യൂറോ. കുഴൽപ്പണ ഇടപാടുകൾക്ക് സംവിധാനം ഉപയോഗിച്ചതായി കണ്ടെത്തൽ. തീവ്രവാദ ബന്ധവും പരിശോധിക്കും. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത് 2019 മുതലെന്ന് കണ്ടെത്തൽ. ആലുവയിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിലെ പ്രതികൾ ഒളിവിലെന്ന് ആലങ്ങാട് പോലീസ്. ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിക്കുന്നുണ്ടെന്ന് CI മൃദുൽ കുമാർ. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ആലുവ MLA അൻവർ സാദ്. രാജ്യത്ത് പെട്രോൾ വില വീണ്ടും കൂട്ടി. ഡീസൽ വിലയിൽ മാറ്റമില്ല. പെട്രോളിന് വർദ്ധിപ്പിച്ചത് 35 പൈസ. കൊച്ചിയിൽ ഇന്ന് പെട്രോൾ വില ലിറ്ററിന് 99 രൂപ 26 പൈസ. 32 ദിവസത്തിനിടെ ഇന്ധനവില വർദ്ധിപ്പിച്ചത് 17 തവണ. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമിയിടപാട് സംബന്ധിച്ച വത്തിക്കാൻ നടപടിക്കെതിരെ റിവ്യൂ ഹർജിയുമായി വൈദികർ. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. റിവ്യൂ ഹർജി നൽകിയതിനു പിന്നാലെ ഉത്തരവ് നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് ബിഷപ്പ് ആന്റണി കരി. വൈദ്യുതി ബോർഡിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 2017-18 കാലത്തെ ചെലവ് വെട്ടിക്കുറച്ചു. ബോർഡ് വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയുടെ പലിശ പോലും അംഗീകരിച്ചില്ല. കമ്മീഷൻ നിരാകരിച്ചത് CAG അംഗീകരിച്ച കണക്ക്. IS-ൽ ചേർന്ന നിമിഷ ഫാത്തിമയെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി. നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവാണ് ഹർജി നൽകിയത്. നിമിഷയെയും മകളെയും തിരികെ എത്തിക്കണമെന്നാണ് ആവശ്യം. രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ച മൃഗശാല ജീവനക്കാരന്റെ കുടുംബത്തിന് ജോലി നൽകുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകും. മൃഗശാല ജീവനക്കാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും J. ചിഞ്ചുറാണി. മൃഗശാല ഡയറക്ടറോട് റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകാൻ ആവശ്യപ്പെട്ടെന്നും മന്ത്രി 24-നോട്. അപൂർവ രോഗത്തിന് ഇരയായ 2 കുഞ്ഞുങ്ങൾ നാടിന്റെ കനിവ് തേടുന്നു. ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച 1.5 വയസ്സുകാരനും 6 മാസം പ്രായമുള്ള കുട്ടിക്കും വേണ്ടത് 18 കോടിയോളം വില വരുന്ന മരുന്ന്. സഹായം വേണ്ടത് കണ്ണൂർ മാട്ടൂൽ കപ്പാലം സ്വദേശി മുഹമ്മദിനും പെരിന്തൽമണ്ണ സ്വദേശി ആരിഫിനും. പാലക്കാട് കണ്ണമ്പ്ര റൈസ് പാർക്ക് ഭൂമി ഏറ്റെടുപ്പുകളുമായി ബന്ധപ്പെട്ട് CPI-ൽ വിവാദം. ഭൂമി വാങ്ങിയതിൽ 2 കോടിയുടെ അഴിമതി ആരോപിച്ച് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി പ്രാദേശിക നേതൃത്വത്തിലെ ഒരു വിഭാഗം. പരാതി ഭൂമി വാങ്ങിയ കൺസോർഷ്യത്തെ നയിച്ചവർക്കെതിരെ. ദേശീയവാർത്ത. ഇന്ത്യ ചൈന അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ VK സിംഗിനെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ഹർജിയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. പ്രധാനമന്ത്രിയാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ. കോടതിക്ക് ഉത്തരവിടാൻ കഴിയില്ല. പ്രസിദ്ധമായ കാൺവർ യാത്ര റദ്ദാക്കി ഉത്തരാഖണ്ഡ്. നടപടി കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്ത്. യാത്ര ആരംഭിക്കാനിരുന്നത് ഈ മാസം പകുതിയോടെ. രാജ്യാന്തര മദ്യപരിവർത്തന കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പ്രതി സലാഹുദ്ദീൻ ഷെയ്ഖ് പിടിയിലായത് ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന്. അറസ്റ്റ് ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും തീവ്രവാദ വിരുദ്ധ സംഘടന സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ. അത്യാധുനിക താൽക്കാലിക പാലങ്ങളുമായി കരസേന. മലയിടുക്കുകളിലൂടെ ടാങ്കറുകളെയും മറ്റു വാഹനങ്ങളെയും എത്തിക്കാവുന്ന സ്പാൻ ബ്രിഡ്ജ് സംവിധാനം സ്വന്തമാക്കി. ഡൽഹിയിൽ കരസേന മേധാവി MM നരവനെയും DRDO മേധാവി ഡോക്ടർ G. സതീഷ് റെഡ്ഡിയും ചേർന്ന് വാഹനവ്യൂഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. കർഷകർക്ക് നദികളിൽ നിന്ന് നേരിട്ട് വെള്ളമെടുക്കാൻ അനുമതി നൽകി ഛത്തീസ്ഗഡ് സർക്കാർ. നദീതീരങ്ങളിൽ വൈദ്യുതി ലൈൻ സ്ഥാപിക്കാൻ നിർദ്ദേശം. നടപടി ഭൂഗർഭജലത്തിന്റെ ഉപയോഗം കുറയ്ക്കാനെന്ന് സർക്കാർ. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌതാല ജയിൽ മോചിതനായി. മോചിതനാകുന്നത് അധ്യാപക നിയമന അഴിമതി കേസിലെ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം. നിലവിൽ കോവിഡ് സാഹചര്യത്തെ തുടർന്ന് അടിയന്തര പരോളിലായിരുന്നു.
ഹൈദരാബാദ് ദർബംഗ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനത്തിൽ തെളിവെടുപ്പ് തുടങ്ങി. പ്രതികളുമായി NIA പട്നയിലെത്തി. സ്ഫോടനം നടന്നത് ജൂൺ 17. ജമ്മു കാശ്മീരിലെ രജൌരി വനമേഖലയിൽ വൻ തീപിടുത്തം. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ എണ്ണം വെട്ടിക്കുറച്ച് ഓസ്ട്രേലിയ. ഈ മാസം പകുതിയോടെ ഓരോ ആഴ്ചയിലും പ്രവേശിക്കാവുന്നവരുടെ എണ്ണം 3000 ആക്കും. ഡെൽറ്റ വകഭേദത്തെ പ്രതിരോധിക്കാൻ ജോൺസൺ ആൻഡ് ജോൺസൺ കോവിഡ് വാക്സിൻ ഫലപ്രദമെന്ന അവകാശവാദം. ആദ്യ ഡോസ് സ്വീകരിച്ച് 29 ദിവസത്തിനുള്ളിൽ വാക്സിൻ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് കമ്പനി. ഉഷ്ണതരംഗത്തിന് പുറമെ കാനഡയിലെ ലിറ്റൺ ടൗണിൽ തീപിടുത്തം. 1000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ലിറ്റൺ നഗരത്തിന്റെ 90% കത്തിനശിച്ചു. ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിൽ 24 മണിക്കൂറിന്റെ തീപിടുത്തമുണ്ടായത് 62 ഇടങ്ങളിൽ. ഉഷ്ണതരംഗത്തിൽ 486 മരണം. ഗ്ലോബൽ ടാക്സിനെ പിന്തുണച്ച് 130 രാജ്യങ്ങൾ. ഏത് രാജ്യത്താണോ അന്താരാഷ്ട്ര കമ്പനികൾ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിന് 15% കോർപ്പറേറ്റ് നികുതി നൽകണം. 2023 നികുതി നയം നടപ്പാക്കുന്നതോടെ സർക്കാരുകൾക്ക് $150 ബില്യൺ നികുതിയായി ലഭിക്കുമെന്ന് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. കാലിഫോർണിയയിൽ ടെസ്ലയുടെ എസ്പ്ലേഡ് മോഡൽ ഇലക്ട്രിക് കാർ യാത്രയ്ക്കിടെ തീപിടിച്ചു. കത്തിനശിച്ചത് വാഹനം പുറത്തിറക്കി 3 ദിവസത്തിന് ശേഷം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് കമ്പനി. ആഗോളതലത്തിൽ ഭക്ഷ്യധാന്യ വില ഉയരുന്നത് ഈ ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലും വേഗത്തിലും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭക്ഷ്യധാന്യ വില ഉയർന്നത് 40%. ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസിൽ നിന്ന് പിൻവാങ്ങി അമേരിക്കൻ സൈന്യം. നടപടി സെപ്റ്റംബറോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായി സൈന്യം പിന്മാറുന്നതിന് മുന്നോടിയായി. 20 വർഷത്തിന് ശേഷമാണ് പിൻവാങ്ങൽ. അമേരിക്കയിൽ അടുത്ത കോവിഡ് വ്യാപനത്തിൽ പ്രധാന പങ്കുവഹിക്കുക ഡെൽറ്റ വകഭേദമെന്ന ആരോഗ്യ വിദഗ്ധർ. ജിനോം സീക്വൻസിംഗിലൂടെ പരിശോധിച്ച സാമ്പിളുകളിൽ 25% ഡെൽറ്റയെന്ന് CDC ഡയറക്ടർ റോഷ്ലെ വലൻസ്കി. സ്പോർട്സ്. യൂറോ കപ്പ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് സ്പെയിനിനെ നേരിടും. മത്സരം രാത്രി 9:30. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ബെൽജിയവും ഇറ്റലിയും തമ്മിൽ ഏറ്റുമുട്ടും. കോപ്പ അമേരിക്ക ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ പെറു പരാഗ്വയെ നേരിടും. ബ്രസീലും ചിലിയും തമ്മിലാണ് രണ്ടാം ക്വാർട്ടർ. വിംബിൾഡൺ ടെന്നീസിൽ റോജർ ഫെഡറർ 3-ാം റൗണ്ടിൽ ഫ്രഞ്ച് താരം റിച്ചാർഡ് ഗാസ്കറ്റിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. സ്കോർ 7-6, 6-1, 6-4. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി ഇന്ത്യൻ ബാക്ക് സ്ട്രോക്ക് നീന്തൽ താരം മാന പട്ടേൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ വനിതാ നീന്തൽ താരമാണ് മാന. നോക്കാം ജില്ലാ വാർത്ത. തിരുവനന്തപുരത്ത് അധ്യാപകർക്ക് ഡിജിറ്റൽ പരിശീലനമായി KSTA കിളിമാനൂർ ഉപജില്ലാ കമ്മിറ്റി. പരിശീലനം ഓൺലൈൻ ക്ലാസുകളുമായി ബന്ധപ്പെട്ട ലേണിംഗ് ടീച്ചേഴ്സ് കേരളയുടെ സഹകരണത്തോടെ. തിരുവനന്തപുരത്ത് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഉടമ ആത്മഹത്യ ചെയ്തു. മരിച്ചത് മുറിഞ്ഞപാലം സ്വദേശി നിർമ്മൽ ചന്ദ്രൻ. ആത്മഹത്യ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നെന്ന് സൂചന. തിരുവനന്തപുരം വിതുര ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ നിയമനത്തിൽ അട്ടിമറിയെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച UDF അംഗങ്ങൾ. അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിൽ പട്ടികവർഗ സംവരണം അട്ടിമറിച്ചെന്നാണ് ആരോപണം. കൊല്ലത്ത് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് B. മേലില ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കും മൊബൈൽ ഫോണുകളും നൽകി. വിതരണ ഉദ്ഘാടനം KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. കൊല്ലം ചവറയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് കൈത്താങ്ങായി സൗഹൃദം വാട്സാപ്പ് കൂട്ടായ്മ. വീടൊരു വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി ചവറ BRCയുടെ പരിധിയിൽ വരുന്ന 25 വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് ഫോണും ടാബും നൽകി. MLA ഡോക്ടർ സുജിത് വിജയൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിച്ചവർക്കും കൂട്ടിരിപ്പുകാർക്കും സായാഹ്ന ഭക്ഷണ വിതരണം. ജനറൽ ഹോസ്പിറ്റലിലെ താൽക്കാലിക ജീവനക്കാരുടെ സംഘടന നേതൃത്വം നൽകി. CHU ഏരിയ പ്രസിഡന്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാലായിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ നൽകി ABVP. പാലാ നഗർ സെക്രട്ടറി അനന്തു കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അഞ്ജലി പ്രമോദ് എന്നിവർ പങ്കെടുത്തു. കോട്ടയം മുണ്ടക്കയത്ത് വനത്തിനുള്ളിൽ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. 1235 ലിറ്റർ കോട പിടികൂടി. കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധി.
കോട്ടയം മുണ്ടക്കയം വെള്ളനാടി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കവർച്ച, ആചാര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ഓട്ടുരുളികൾ മോഷണം പോയി. പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കിയിൽ വൻ ലഹരിവേട്ട. ഉടുമ്പൻചോലയിൽ നിന്ന് 220 ലിറ്റർ കോട പിടികൂടി. പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. റെയ്ഡിന് നേതൃത്വം നൽകി ഉടുമ്പൻചോല എക്സൈസ് സംഘം. ഇടുക്കി അടിമാലിയിൽ INTUC പ്രതിഷേധം. തൊഴിലാളികൾ നേരിടുന്നത് കോവിഡ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നിഷേധിക്കുന്ന സാഹചര്യമെന്ന് പ്രതിഷേധക്കാർ. പ്രതിഷേധം സംഘടിപ്പിച്ചത് അടിമാലി ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന് മുന്നിൽ. ഗ്രേസ് മാർക്ക് നൽകാത്ത നടപടിയിൽ പ്രതിഷേധവുമായി KSU. വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് കത്തിച്ച് ഇടുക്കിയിൽ പ്രതിഷേധം. വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് KSU നേതാക്കൾ. പാചകവാതക വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിൽ AIYF പ്രതിഷേധം. BSNL ഓഫീസിന് മുന്നിൽ നടന്ന സമരം ജില്ലാ പ്രസിഡന്റ് KR റനീഷ് ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ 7ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പ്രഭാത ഭക്ഷണ വിതരണം നടത്തി BJP ട്രേഡേഴ്സ് സെൽ എറണാകുളം ജില്ലാ സമിതി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിൽ ഡ്രൈവേഴ്സിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഭക്ഷണം കൈമാറി. തൃശൂർ ജില്ല സന്ദർശിച്ച് സഫായി കർമ്മചാരി കമ്മീഷൻ. പരമ്പരാഗത ശുചീകരണ തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സഫായി കർമ്മചാരി പദ്ധതി ജില്ലയിൽ നടപ്പാക്കാനുള്ള സാധ്യതയും പരിശോധിച്ചു. തൃശൂരിൽ പാചകവാതക വിലവർധനയ്ക്കെതിരെ കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അന്തരിച്ച മുൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MN രാജഗോപാലിനോടുള്ള ആദര സൂചകമായി നാട്ടുമാവിൻ തൈ നട്ടു. കഴിഞ്ഞ മാസം 13-നാണ് ഡോക്ടർ രാജഗോപാൽ കോവിഡ് മൂലം മരണമടഞ്ഞത്. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ വൈദ്യുതി സേവനങ്ങൾ വാതിൽപ്പടിയിൽ പദ്ധതിക്ക് തൃശൂർ കയ്പമംഗലം KSEBയിൽ തുടക്കം. ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഉപഭോക്താക്കൾക്ക് സേവനം ഉറപ്പാക്കുന്നതാണ് പദ്ധതി. തൃശൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നാടോടികളായി കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ലഭിച്ചു. 12 കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ലഭിച്ചത് ET ടൈസൺ MLAയുടെ ഇടപെടലിൽ അന്ത്യോദയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് കാർഡുകൾ കൈമാറിയത്. തൃശൂർ പീച്ചി ഹാച്ചറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിനും ബ്രൂഡ് സ്റ്റോക്ക് മെയിന്റനൻസിനുമായി ജോലിക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതനത്തിനാണ് നിയമനം. അപേക്ഷ ഈ മാസം 9-നകം സമർപ്പിക്കണം. കൃഷി ആവശ്യത്തിനായി മലമ്പുഴ അണക്കെട്ട് തുറന്നു. ഇടതു വലതുകര കനാലുകളാണ് തുറന്നത്. കാലവർഷം ശക്തമാകുന്നവരെ വെള്ളം ലഭ്യമാക്കണമെന്ന് കർഷകർ. പാലക്കാട് നെന്മാറയിൽ ഹരിതസേന അംഗങ്ങളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം. പഞ്ചായത്തിലെ LDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. K ബാബു MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുഴൽമന്ദം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട് പാലക്കാട് CPIMൽ വിവാദം. നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും കണക്കുകൾ അവതരിപ്പിക്കാത്തതിനെതിരെ ജില്ലാ ഘടകത്തിന് പരാതി നൽകിയ ഒരു വിഭാഗം. പരാതി അന്വേഷിക്കാൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KV രാമകൃഷ്ണന് ചുമതല. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം കേരളത്തിന് ലഭിച്ചത് 7.626 TMC ജലം. ചിറ്റൂർ പുഴയിലേക്ക് ലഭിക്കേണ്ടത് 7.25 TMC. ഒന്നാം വിള കൃഷിക്കായി 2 ആഴ്ചത്തേക്ക് 648 ദശലക്ഷം ഘനയടി ജലം ആവശ്യപ്പെട്ട് കേരളം. പാലക്കാട് പട്ടഞ്ചേരി റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈ വിതരണം നടന്നു. സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ EM രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം. മലപ്പുറം കടലുണ്ടി പുഴയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഫിഷറീസ് വകുപ്പ്. നൂറാടിക്കടവിൽ ഇന്ത്യൻ മേജർ കാർപ്പ് ഇനത്തിലുള്ള 4 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് P ഉബൈദുള്ള MLA. മലപ്പുറം പാലപ്പെട്ടി മേഖലയിൽ നടത്തിവന്ന ഭക്ഷണ വിതരണം 41 ദിവസം പിന്നിട്ടു. കോവിഡ് ബാധിതർക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് സൗജന്യമായി ഭക്ഷണ വിതരണം. നേതൃത്വം നൽകുന്നത് പാലപ്പെട്ടി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കെയറും സംയുക്തമായി. മലപ്പുറം ജില്ലയിലെ മുഴുവൻ റേഷൻ കടകൾക്ക് മുന്നിലും നിൽപ്പ് സമരവും ഒപ്പുശേഖരണവും നടത്തി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി. റേഷൻ കാർഡ് തരംതിരിക്കലിൽ പാവപ്പെട്ടവർക്ക് തിരിച്ചടിയാകുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നാവശ്യം. തിങ്കളാഴ്ച ജനകീയ പരാതി താലൂക്ക് സപ്ലൈ ഓഫീസർമാർ മുഖേന സർക്കാരിലേക്ക് കൈമാറും. മലപ്പുറത്ത് ഔഷധഗേഹം പദ്ധതിക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ ബ്ലോക്കിലെ 200 വീടുകളിൽ 5 വീതം ഔഷധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കും. ജില്ലാ ആയുർവേദ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്ന DYFI മഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്വർണ്ണക്കടത്തുകാരെയും കൊട്ടേഷൻ സംഘങ്ങളെയും സംസ്ഥാന സർക്കാർ സഹായിക്കുന്നുവെന്നാരോപിച്ച് യുവമോർച്ചയുടെ പ്രതിഷേധ ധർണ. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 3000 കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചു.
കോഴിക്കോട് കോടഞ്ചേരി ചൂരമുണ്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായുള്ള തെരച്ചിലിനിടെ രക്ഷാപ്രവർത്തകനും ദാരുണാന്ത്യം. പുലിക്കയം സ്വദേശി ജയപ്രകാശാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട കിണാശ്ശേരി സ്വദേശി അൻസാറിന്റെ മൃതദേഹം കരയ്ക്കെത്തിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റത്തിലും ഇന്ധനവില വർധനവിലും പ്രതിഷേധവുമായി ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുന്നിൽ കരാറുകാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനയിൽ പ്രതിഷേധവുമായി കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റി 40 രൂപ സബ്സിഡി നൽകി 60 രൂപയ്ക്ക് പെട്രോൾ വിറ്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് നടൻ മാമുക്കോയ. പാളയം പെട്രോൾ പമ്പിൽ വെച്ച് 100-ലധികം ഉപഭോക്താക്കൾക്ക് GST നിരക്കിൽ പെട്രോൾ വിറ്റു. വയനാട് പനമരം CHCയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് പൗരസമിതി ഭാരവാഹികൾ. ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെ സേവനം ഉറപ്പുവരുത്തണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. കണ്ണൂരിൽ INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യുക, പെൻഷൻ 3000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ജിൻസ് മാത്യു നിർവഹിച്ചു. മാഹിയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ജൂലൈ 15 വരെ നീട്ടി. അവശ്യ സാധനങ്ങളുടെ കടകൾക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കാം. മറ്റ് കടകളുടെ പ്രവർത്തനം രാവിലെ 9 മുതൽ 7 വരെ. മദ്യശാലകൾ എക്സൈസ് വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തുറന്നു പ്രവർത്തിക്കും. കണ്ണൂർ പാൽച്ചുരത്തിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. പുതിയങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തായാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. കെണി വെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ. കാസർഗോഡ് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സംഘവുമായി വർക്കിംഗ് വിമൻസ് ഫോറം. ജില്ലാ സെക്രട്ടറി K. പ്രീത് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. മഴ പ്രമേയമാക്കി സംഗീതാൽബവുമായി വിദ്യാർത്ഥികൾ. വർഷ ജോണിന്റെ വരികൾക്ക് ആൽബിൻ തോമസ് ഫിലിപ്പാണ് സംഗീതം നൽകിയത്. സെന്റ് തെരാസസ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ടെസ ചവറയാണ് ഛായാഗ്രഹണം. രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനി നെഹ ചവറയാണ് ഗാനം ആലപിച്ചത്. രജനീകാന്തിനെ നായകനാക്കി സിരുത്തൈ ശിവ സംവിധാനം ചെയ്യുന്ന അണ്ണാത്തെ തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്യും. നവംബർ 4-ന് ദീപാവലി റിലീസായ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ്. നോക്കാം ഫാക്ട് ചെക്ക്. നടൻ അക്ഷയ് കുമാർ നിർധന കുടുംബത്തിലെ കുട്ടിയെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത് പഠനത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തെന്ന വ്യാജ പ്രചാരണം. 2012-ൽ അക്ഷയ് കുമാർ OMG എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കണ്ടുമുട്ടിയ അംബർ എന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. പെട്രോൾ പമ്പിൽ നിന്ന് നൽകിയ ബില്ലിൽ നരേന്ദ്രമോദിക്ക് ഇനി വോട്ട് ചെയ്യരുത് എന്നെഴുതിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. മുംബൈയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ലഭിച്ച ബിൽ എന്ന പേരിലാണ് ചിത്രം പ്രചരിക്കുന്നത്. പെട്രോൾ വില കുറയണമെങ്കിൽ ഇനി നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യരുത് എന്നാണ് ബില്ലിലുള്ള വാചകം. ചിത്രം വാട്സാപ്പ് വഴി നന്നേ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന ഈ ബില്ല് വ്യാജമാണ്. ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രമാണ് പ്രചരിക്കുന്നത്. എങ്ങനെ ബില്ലിംഗ് മെഷീനുകൾ ഉപയോഗിക്കാമെന്ന ട്യൂട്ടോറിയൽ നിന്നെടുത്ത ചിത്രമാണ് വ്യാജന്മാർ ഫോട്ടോഷോപ്പ് ചെയ്ത് പ്രചരിപ്പിച്ചത്. വാചകം അച്ചടിച്ച ഫോണ്ട് ബില്ലിലുള്ള ഫോണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്. അതേസമയം HPL എന്നൊരു ഡീലർ ഇന്ത്യയിലില്ല. അതിനാൽ പ്രചരിക്കുന്ന ഈ ബില്ല് വ്യാജമാണ്. ന്യൂസിലേക്ക് ഇപ്പോൾ കിട്ടിയത്. കിറ്റെക്സിനെ വ്യവസായം തുടങ്ങാൻ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. സംസ്ഥാന സർക്കാരുമായുള്ള 3500 കോടി രൂപയുടെ കരാറിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെയാണ് കിറ്റെക്സിന് ക്ഷണം. തമിഴ്നാട് വ്യവസായ വകുപ്പിന്റെ കത്ത് ലഭിച്ചതായി കിറ്റെക്സ് MD സാബു ജേക്കബ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കീഴിലെ കൊച്ചിയിലെ വിദ്യാഭ്യാസ ഓഫീസ് പൂട്ടുന്നു. കൊച്ചിയിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ് അടച്ചുപൂട്ടുന്നത്. ഭരണപരിഷ്കാര നയങ്ങളുടെ ഭാഗമായാണ് നടപടി. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസും പൂട്ടാൻ നീക്കം തുടങ്ങി. പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് സുരക്ഷ നൽകണമെന്ന് കൽക്കട്ട ഹൈക്കോടതി. സുവേന്ദു അധികാരിയുടെ സുരക്ഷ നേരത്തെ പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചിരുന്നു. കർണാടകയിൽ കോവിഡ് വ്യാപന ആശങ്ക. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 3203 പേർക്ക്. 24 മണിക്കൂറിനിടെ 94 കോവിഡ് മരണം. ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടി പാരാ അത്ലറ്റ് സന്ദീപ് ചൌധരി. നല്ല രീതിയിൽ പരിശീലനം നടത്തുന്നുണ്ടെന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സന്ദീപ് ചൌധരി. ന്യൂസ് പൂർത്തിയാകുന്നു.